ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിന്നിവിടെ 2 ടോപ്പിക്കാണ് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേത് ഉണ്ടായിരുന്നിരിക്കാം, മൈറ്റ് ഹാവ് ഹാഡ്. അതായത് ഇത് നമ്മൾ പാസ്റ്റ് ടെൻസിൽ ഉണ്ടായ ഒരു സംഭവത്തിനെ പറ്റി നമ്മൾ സംശയം പ്രകടിപ്പിക്കുകയാണ്. അടുത്തത് മിക്കവാറും ഉണ്ടായിരുന്നിരിക്കണം, മസ്റ്റ് ഹാവ് ഹാഡ്. ഇതും പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞുപോയ കാര്യത്തിനെ പറ്റി ഉറപ്പിച്ചൊരു കാര്യം പറയുകയാണ്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ആദ്യത്തേത് പാസ്റ്റ് ടെൻസിൽ ഉണ്ടായ കാര്യത്തിനെ പറ്റി നമ്മൾ സംശയം പറയുന്നു. രണ്ടാമത്തേത് പാസ്റ്റ് ടെൻസിൽ ഉണ്ടായ കാര്യത്തിനെ പറ്റി നമ്മൾ ഉറപ്പിച്ച് പറയുന്നു. ഇതാണ് വ്യത്യാസം. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തേത് മൈറ്റ് ഹാവ് ഹാഡ്. നിങ്ങൾക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നിരിക്കാം, അതൊരു സംശയമാണ്. യു മൈറ്റ് ഹാവ് ഹാഡ് ക്ലാസ് യെസ്റ്റർഡേ. ഓക്കെ, യു മൈറ്റ് ഹാവ് ഹാഡ് ക്ലാസ് യെസ്റ്റർഡേ. അപ്പോൾ ഈ ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ളതിനെ പറ്റി നമുക്ക് നെഗറ്റീവ് ഫോമിൽ പറയാം. അതെപ്രകാരമാണ് എന്നൊന്ന് നോക്കാം. അവൾക്ക് സാരമായ പരിക്ക് ഒന്നുമില്ലായിരിക്കാം. ഷീ മൈറ്റ് നോട്ട് ഹാവ് ഹാഡ് എനി സീരിയസ് ഇഞ്ചുറി. അവിടെ മൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നോട്ട് എന്നുള്ളത് ചേർക്കുക. അതാണ് വ്യത്യാസം. ഒരു പക്ഷേ അയാളുടെ കയ്യിൽ കാശില്ലായിരുന്നിരിക്കാം. ഹീ മൈറ്റ് നോട്ട് ഹാവ് ഹാഡ് ബഗ്സ് വിത്ത് ഹിം. അവിടെ മൈറ്റ് കഴിഞ്ഞിട്ട് നോട്ട് എന്നുള്ളത് ചേർക്കുക. ബാക്കിയുള്ളതെല്ലാം സെയിം ആണ്. അടുത്തത് ഒരു വലിയ സെൻറ്റൻസാണ്. ഒരു പക്ഷേ അവൾക്ക് സമയമില്ലായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അവൾ നിങ്ങളുടെ കൂടെ വരുമായിരുന്നു. അതെപ്രകാരമാണ് പറയുന്നത്? ഷീ മൈറ്റ് നോട്ട് ഹാവ് ഹാഡ് ടൈം ഓർ ഷീ വുഡ് ഹാവ് കം വിത്ത് യു. അപ്പോൾ ആദ്യത്തേത് ഒരു പക്ഷേ അവൾക്ക് സമയമില്ലായിരുന്നിരിക്കാം എന്നുള്ളതാണ് ഷീ മൈറ്റ് നോട്ട് ഹാവ് ഹാഡ് ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നമ്മൾ മസ്റ്റ് ഹാവ് ഹാഡ്, അതിനെപ്പറ്റിയാണ് എക്സാമ്പിൾ സഹിതം പഠിക്കാനായിട്ട് പോകുന്നത്. മിക്കവാറും അയാൾക്ക് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരുന്നിരിക്കണം. ഹി മസ്റ്റ് ഹാവ് ഹാഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഉറപ്പിച്ചു പറയുവാണ്. അതുകൊണ്ടാണ് മസ്റ്റ് ഹാവ് ഹാഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പുറത്തു പോകാൻ അവൾക്ക് അനുവാദമില്ലായിരുന്നിരിക്കണം. എപ്രകാരമാണ് പറയുന്നത് നോക്കൂ. ഷീ മസ്റ്റ് നോട്ട് ഹാവ് ഹാഡ് ദ പെർമിഷൻ ടു ഗോ ഔട്ട്. ഷീ മസ്റ്റ് നോട്ട് ഹാവ് ഹാഡ് ദ പെർമിഷൻ ടു ഗോ ഔട്ട്. സുമയ്ക്ക് മദ്യപാനിയായ ഭർത്താവിൻ്റെ ക്രൂരതകൾ സഹിക്കാനുള്ള ക്ഷമ ഇല്ലായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കും അവൾ അയാളെ വധിച്ചത്. അതെങ്ങനെയാണ് പറയുന്നത്? സുമ മസ്റ്റ് നോട്ട് ഹാവ് ഹാഡ് പേഷ്യൻസ് ടു ബിയർ ഹെർ ഡ്രങ്കൺ ഹസ്ബൻഡ്സ് ക്രൂവൽറ്റീസ്. ദാറ്റ് മൈറ്റ് ഹാവ് ബീൻ ദ റീസൺ ഫോർ ഹെർ ടു ഫിനിഷ് ഹിം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. സുമയ്ക്ക് മദ്യപാനിയായ ഭർത്താവിൻ്റെ ക്രൂരതകൾ സഹിക്കാനുള്ള ക്ഷമ ഇല്ലായിരുന്നിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ സെൻറ്റൻസ് പറയുന്നത്. സുമ മസ്റ്റ് നോട്ട് ഹാവ് ഹാഡ് ദ പേഷ്യൻസ് ടു ബിയർ ഹെർ ഡ്രങ്കൺ ഹസ്ബൻഡ്സ് ക്രൂവൽറ്റീസ്. ഇത് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, അല്ലേ? അപ്പോൾ ഇന്ന് പഠിപ്പിച്ച 2 ടോപ്പിക്ക് സിമ്പിളായിട്ടുള്ളതാണ്. അതായത് മൈറ്റ് ഹാവ് ഹാഡ്, മസ്റ്റ് ഹാവ് ഹാഡ്. ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് രണ്ടും പാസ്റ്റ് ടെൻസിൽ സംഭവിച്ചിട്ടുള്ള കാര്യത്തിനെ പറ്റിയാണ് പറയുന്നത്. ഒന്ന് പാസ്റ്റ് ടെൻസിനെ പറ്റി സംശയം പറയുന്നു, രണ്ടാമത്തേത് ഉറപ്പിച്ചു പറയുന്നു. ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.